എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ലവ്ലിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലവ്ലിന് എൻ്റെ വക പ്രത്യേകം ഹായ് പറയുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ 1 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒരു 4 മണിക്കൂർ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് ഈ അരി കുതിരാനായിട്ട് വയ്ക്കുക. നമുക്ക് പച്ചരി എടുക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, അതാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേതാണെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരി വെള്ളമൊക്കെ മാറ്റിയിട്ട് 3/4 ഭാഗത്തോളം എടുത്തിട്ട് അരച്ചെടുക്കാനാണ് പോകുന്നത്. നമ്മളിതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ടോട്ടൽ 1 തേങ്ങയാണ് കേട്ടോ വേണ്ടത്. അതിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലായിട്ടും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പീരയായിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തരികളില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മാവ് നമ്മൾ വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് 1 ഗ്ലാസ് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് നമ്മളിത് കട്ടയില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ടൊരു കുറുക്ക് പരുവത്തിലാവില്ലേ, അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം നമുക്കൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്യേണ്ടി വരും. എന്നിട്ട് അതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. ഇനി നമ്മൾ ബാക്കിയുള്ള 1/4 ഭാഗം അരി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ തേങ്ങാപ്പീരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. തേങ്ങാപ്പീര നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4നും 1/2ക്കും ഇടയിൽ ആ ഒരു അളവിൽ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് അരിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് കപ്പല്ലായിരുന്നു നമ്മളെടുത്ത്, നമ്മളൊരു പാത്രത്തിൻ്റെ അളവാണ്, നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിൻ്റെ അളവിൽ ചെയ്താൽ മതി. നമ്മളിത് ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ജീരകവും ഏലക്കയും അപ്പോൾ നമ്മൾ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അടുത്തായിട്ട് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കറിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ പഞ്ചസാര കുറച്ച് മതി. അല്ലാതെ നമ്മളിപ്പോൾ സ്നാക്സായിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലാണെങ്കിൽ മധുരം കൂടുതൽ ചേർക്കാം. മധുരം ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മധുരം ക്രമീകരിക്കാനായിട്ട് ഒരല്പം 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ദോശയുടെ കൺസിസ്റ്റൻസിയിൽ വരണം, ദോശമാവിൻ്റെ. ഇനി നമുക്ക് 5 മണിക്കൂർ ഇത് മൂടി വയ്ക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് കാണാം. ഇത് നമ്മൾ എത്ര സമയം വെക്കണമെന്നുള്ളത് ഇത് പൊങ്ങുന്ന അനുസരിച്ചാണ് നമ്മൾ വെക്കേണ്ടത്. നമുക്കിത് വേണമെങ്കിൽ വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കാലാവസ്ഥയുടെ അനുസരിച്ച് ഓരോ സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് പൊന്തി കിട്ടും. അപ്പോൾ നമുക്കിത് ഒന്ന് ജസ്റ്റ് വെയിലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പാകമായി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്പം ചൂട്ട് തിന്നാം. അപ്പോൾ നമ്മളിതൊന്ന് വെയിലത്ത് വെച്ചിരിക്കാം. നമ്മളിപ്പോൾ അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിൽ എണ്ണയൊക്കെ പുരട്ടി, എണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും പുരട്ടിയിട്ട് അതിൽ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പാത്രത്തിൻ്റെ പകുതി ഭാഗം വരെ മാത്രമേ മാവ് ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് ഒരുപാട് പൊങ്ങിപ്പോകും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ അണ്ടിപ്പരിപ്പോ കാര്യങ്ങളോ ഒക്കെ ഇടണമെങ്കിൽ, മുന്തിരിയൊക്കെ ഇടണമെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു 20-25 മിനിറ്റാണ് ഇത് കുക്കിംഗ് ടൈം വരുന്നത്. നമ്മൾ പാത്രത്തിൽ പുരട്ടുന്നത് പൊതുവേ ഇവിടെ വെളിച്ചെണ്ണയാണ്, ചില സ്ഥലങ്ങളിൽ നെയ്യ് പുരട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. വെളിച്ചെണ്ണ ആണ് പുരട്ടാനായിട്ട് കൂടുതലും നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെഡിയായോ എന്ന് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ ഒരു ഈർക്കിൽ കൊണ്ട് നമ്മളൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നമ്മുടെ ഈർക്കിലിൽ ഒന്നും അധികമായിട്ട് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ അതിന് നന്നായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 2 പ്രാവശ്യം നമ്മൾ അതേപോലെ ഉണ്ടാക്കി. ഞങ്ങൾ ടോട്ടൽ 3 വട്ടയപ്പം, 3ാമത്തെ ഭയങ്കര കനം കുറഞ്ഞതാണ് കേട്ടോ കിട്ടിയത്. അടിപൊളിയായിരുന്നു ഞങ്ങളിത് കഴിച്ചത്. മട്ടൺ സ്റ്റൂവിൻ്റെ ഒപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചു. അതേപോലെ തന്നെ തലേദിവസം രാത്രിയിലും വെറുതെ ചുമ്മാ 2-3 പീസൊക്കെ എടുത്ത് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.